ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണോ? അവൻ അല്ലെങ്കിൽ അവൾ കുറേ നാളായിട്ട് ഇങ്ങനെ PSC എന്ന് പറഞ്ഞ് സമയം കളഞ്ഞ് നടക്കുവാണ്. വർഷങ്ങൾ കുറേയായി, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവരാണോ? അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളവരാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ഏത് സാഹചര്യത്തിലാണ്, ഏത് വർഷം അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ ഒരു PSC നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഒരു PSC ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അവരതിനു മുമ്പ് തന്നെ 6, 7, ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷം മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഒരു പ്രിപ്പറേഷന് തന്നെ അറൗണ്ട് 6 മാസം മുതൽ 1 വർഷം വരെ അവരതിൻ്റെ പുറകെ സമയം കളയുന്നുണ്ട്, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. അത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവരതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല എക്സാമിനേഷനും പ്രിലിമിനറി എക്സാംസ് ഉണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മെയിൻസിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർ ഏകദേശം കണക്കൂട്ടിയെടുക്കും, ഞാൻ കട്ട് ഓഫിനകത്ത് കയറുമോ, എനിക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന്. കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മെയിൻസിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് അവർ പരിശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ആരംഭിക്കും. ഓൾറെഡി അവർ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കൂടുതൽ റിവൈസ് ചെയ്ത് വീണ്ടും അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കിന് മെയിൻസ് വരും. മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകണം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മെയിൻ ലിസ്റ്റ് വരും. മെയിൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞ് അവരെ അഡ്വൈസ് മെമ്മോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അവരുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച്, റാങ്കിലെ അവരുടെ സ്ഥാനക്രമം അനുസരിച്ച് അവർക്ക് ജോലി ലഭിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ പോകുന്നത്. അപ്പോൾ എത്രയോ പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ഫേമിൽ പോവുകയാണെങ്കിൽ രാവിലെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, നല്ലൊരു CV അടിക്കുന്നു, പ്രൈവറ്റ് ഫേമിൽ പോകുന്നു, മുതലാളിക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ നാളെ തൊട്ട് വന്നോളാൻ പറയുന്നു. വളരെ ഈസിയാണ്. പക്ഷേ മുതലാളി നാളെ കഴിഞ്ഞോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട, അത്ര തന്നെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ജോലികളുണ്ട്. പക്ഷേ ഗവൺമെൻറ് ജോലിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ട്, വളരെയധികം അട്രാക്ഷൻ ഗവൺമെൻറ് ജോബിനുണ്ട്. അതിൽ കൂടുതലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും നല്ലൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് വന്ന് കയറിയ ആളാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതുപോലെ പല കടമ്പകൾ കടന്നു വന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഒരു കാരണവശാലും നമ്മളുടെ ഒരു മോശം വാക്കുകൊണ്ട് അവരെ നമ്മൾ തരം താഴ്ത്താൻ പാടില്ല. കാരണം അവർ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ അതിൻ്റെ പുറകെ വളരെ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ലൊരു പൊസിഷനിലേക്ക് വരും. പിന്നെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാറേ പറയണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഫേസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. കാരണം PSC എക്സാമിനേഷനോ അല്ലെങ്കിൽ PSC സംബന്ധമായിട്ടുള്ള ജോബുകൾക്ക് ഇങ്ങനെ ഈ നടപടിക്രമങ്ങളുള്ളത് കൊണ്ട് ആണ് താമസം എടുക്കുന്നത്. കാരണം 1, 2 പേര് എഴുതുന്ന പരീക്ഷകളല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെതായ താമസം ഉണ്ടാവും, നോർമലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അവർ മടി പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. ഇതിന് പിന്നിൽ വളരെ ഒരു അധ്വാനമുണ്ട്. തീർച്ചയായിട്ടും അധ്വാനിക്കുന്നവർക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങളും ഒരു PSC ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അതുപോലെ നല്ല ഒരു ക്ലാസ് എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നവരുണ്ട്. യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ, സിലബസ് വെച്ച് കൊടുക്കുന്ന ക്ലാസ്സുകളും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഒരു ഗവൺമെൻറ് ജോബ് എടുക്കാനായിട്ട് സാധിക്കും, അതിലെത്തിപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട്
സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോബിന് വേണ്ടി പഠിക്കുന്നവരെ കൊച്ചായി കാണരുത്, അവരെ കുറച്ച് കാണരുത്. കാരണം ഇതിന് പിന്നിൽ ഒരു വലിയൊരു ഡെഡിക്കേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം അവരുടെ സുഹൃത്തുക്കളൊക്കെ മറ്റ് ജോലിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിഷമമുണ്ടാവും. പിന്നെ അവരുടെ ഒരു പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് വരും എന്നുള്ളതാണ്. അവർക്കൊരു പ്രോഗ്രാമിന് പോകാൻ പറ്റത്തില്ല, ഒരു ഫാമിലി ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല. കാരണം കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ചോദിക്കും, നീ ഇപ്പോഴും ഇതുമായിട്ട് നടക്കുവാണോ, പണിയൊന്നും ആയില്ലേ? അല്ലെങ്കിൽ തന്നെ ചോദിക്കും. നമ്മൾ 10 ദിവസം വീട്ടിലിരുന്നാൽ പോലും ആൾക്കാർ ചോദിക്കും, പണി പോയോ, അപ്പം വേറെ ഒന്നും നോക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അധ്വാനം ഒട്ടും ചെറുതല്ല. നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് അവരൊരു റാങ്ക് ലിസ്റ്റിലെങ്കിലും കയറി പറ്റുന്നത്. ഈവൻ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിന് അവർ ചിട്ടയായ പഠനം നടത്തിയിട്ടാണ്. അവരതിന് വേണ്ടിയിട്ട് വളരെയധികം ടൈം കൺസ്യൂം ചെയ്ത് ചിട്ടയായ പഠനം നടത്തിയിട്ടാണ് അതിലേക്ക് കയറി വരുന്നത്. അവിടെ തീർച്ചയായിട്ടും അവരെ കുറച്ച് കാണാൻ പാടില്ല. കഴിയുമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു വാക്കുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കണം. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു പഠിക്കുന്നവർക്കൊരു സമാധാനവും, കുത്തുന്നവർക്ക് അതെന്തുകൊണ്ട് ഇവരിത്രയും താമസിക്കുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാനും സാധിക്കും. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.